കുസൃതികളും വാശി പിടിക്കലും ശ്രദ്ധക്കുറവും ഒക്കെ എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ ചില കുട്ടികളിൽ അല്ലെങ്കിൽ ഈ കുട്ടികളിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് ഏജ് എത്തുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് വളരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വികൃതിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. ബട്ട് ചില കുട്ടികളിൽ ഈ വികൃതികളും ഈ ദേഷ്യവും വാശിയും ഒക്കെ വയസ്സിനനുസരിച്ച് കൂടുന്നതല്ലാണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറില്ല. ഇത് ഓവറായിട്ടും അതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ADHD ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ADHD എന്താണെന്ന് നോക്കാം. കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസോർഡർ ആണിത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരു ക്ഷമ ഇല്ലാണ്ട് നിൽക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പകൽ സ്വപ്നങ്ങൾ കാണുക, അതേപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കുക, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു പ്രവണത കണ്ടുവരിക. അതായത് അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാണ്ടാവുക, ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട്. സോ ഇത്തരം സിംറ്റംസ് ഒക്കെ കണ്ടുവരുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക.